WordPress എങ്ങനെയാണ് പർച്ചേസ് എൻ്റർ ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വരുന്ന ആദ്യം പർച്ചേസ് ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് വരുന്ന പർച്ചേസ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഡേറ്റ്, പിന്നെ ഇൻവോയ്സ് ഡേറ്റ്, പിന്നെ ക്യാഷിനാണോ ക്രെഡിറ്റിനാണോ നമ്മൾ വാങ്ങിയതെന്നുള്ളത്. പിന്നെ നമുക്ക് സപ്ലയർ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. അപ്പോൾ സപ്ലയർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇങ്ങനെയാണെന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ നമുക്ക് വരുന്ന F5 ആണ്. F5 എൻ്റർ അടിക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച സപ്ലയറെ നമുക്കിവിടെ കാണാം. നമുക്കൊരു പുതിയ സപ്ലയർ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് F3 എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അത് അക്കൗണ്ട് മാസ്റ്ററിൻ്റെ ഷോർട്ട് കട്ടാണ്. F3 പ്രസ് ചെയ്യുക. F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പെട്ടെന്ന് സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാനുള്ള, നമുക്ക് പെട്ടെന്നൊരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ കിട്ടും. ഇവിടുന്ന് ന്യൂ അടിക്കുക. നമ്മൾ നേരത്തെ അക്കൗണ്ട് മാസ്റ്റർ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമുക്കിവിടെ സപ്ലയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഓൾറെഡി ഉള്ള സപ്ലയറെ സെർച്ച് ചെയ്യാം. അതിനായി നമ്മൾ ഒന്നെങ്കിൽ എൻ്റർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ F5 ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്കിവിടെ ടെസ്റ്റ് സപ്ലയർ, പിന്നെ നമുക്ക് വരുന്ന ഇൻവോയ്സ് നമ്പറാണ്. ഇൻവോയ്സ് നമ്പർ നമ്മൾ ബില്ലിലുള്ള ഇൻവോയ്സ് നമ്പർ അതുപോലെ നോക്കിയിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ വരുന്നത് നമുക്ക് ഇൻവോയ്സ് എമൗണ്ട് ആണ്. ബില്ലിലെ ടോട്ടൽ എമൗണ്ട്, അത് നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ആകുന്ന ടോട്ടൽ എമൗണ്ട്, ബില്ലിൽ ടോട്ടൽ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് വരുന്ന ലാൻഡിംഗ് കോസ്റ്റ് അപ്ലോഡ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതിനെ കുറിച്ച് ടിക്ക് കൊടുക്കണം. അപ്പോൾ ലാൻഡിംഗ് കോസ്റ്റ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻഡിംഗ് കോസ്റ്റ് ടിക്ക് കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് ഇവിടെ ടിക്ക് വരും. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ഒഴിവാക്കി വെക്കാം. പിന്നെ വരുന്നത് അപ്ഡേറ്റ് പ്രൈസാണ്. അപ്ഡേറ്റ് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൊടുക്കുന്ന പ്രൈസ് നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, പ്രൈസ് അപ്ഡേഷൻ ടിക്ക് കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ബില്ലിലെ ഫസ്റ്റ് പോർഷനാണ് ഇവിടെ മുകളിൽ വരുന്നത്. ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് കൊടുത്തു. എന്തെങ്കിലും ഡെലിവറി നോട്ട് ഓപ്ഷൻസ് വരുവാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡെലിവറി നോട്ട് നമ്പർ കൊടുക്കാം. ഇനി റെഫറൻസ് ഉണ്ടെങ്കിൽ റെഫറൻസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബില്ലിൽ ആഡ് ചെയ്യാം. ഇത് ബില്ലിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ ഐറ്റത്തിൻ്റെ ഡീറ്റെയിലോട്ട് വരാം. നമുക്ക് ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാനുള്ള സെക്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഐറ്റം ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കിട്ടും. അതെല്ലാം ഒരു പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, F7 അടിച്ചിട്ട് ക്രിയേറ്റിൻ്റെ ഓപ്ഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മളോട് ഐറ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ച ഐറ്റം എൻ്റർ അടിക്കുക. സാമ്പിൾ ഐറ്റം നമുക്ക് ബില്ലിൽ തന്നിരിക്കുന്ന പ്രൈസ്, അതായത് നമ്മൾ ടാക്സ് ഇല്ലാത്ത പ്രൈസാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി നമുക്കിവിടെ ഇനി അഡീഷണൽ ഡിസ്കൗണ്ടോ എമൗണ്ടോ കാര്യങ്ങളോ ബില്ലിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ഓപ്ഷൻ എൻ്റർ അടിച്ച് വന്ന് പ്രൈസ്, നമുക്ക് ഇനി ഇവിടെ നിന്ന് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, പ്രൈസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രൈസ് അപ്ഡേറ്റ് എന്നുള്ള ടിക്ക് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബില്ലിൽ അഡീഷണൽ ഡിസ്കൗണ്ടോ പ്രൈസ് ചാർജോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബില്ലിൽ, അതായത് നമുക്ക് ഐറ്റം അല്ലാത്ത ഡീറ്റെയിൽ കൊടുക്കാനാണെങ്കിൽ നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യാം, F9 പ്രസ് ചെയ്യാവുന്നതാണ്. F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് വരുന്ന ലാസ്റ്റ് റിട്ടേൺ ആൻഡ് ഡിസ്കൗണ്ട് ആണ് വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹാൻഡ്ലിംഗ് ചാർജ് നിങ്ങൾ ഓട്ടോ കൂലി അങ്ങനെ എന്തെങ്കിലും ബില്ലിൽ ഇൻക്ലൂഡ് ആണ് വരുന്നതെങ്കിൽ ബിൽ എമൗണ്ടിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു പോർഷൻ. പിന്നെ TCS എമൗണ്ട് വരുന്നുണ്ട്. TCS എമൗണ്ട് നിങ്ങൾക്ക് ബില്ല് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മളെ ബില്ല് എമൗണ്ടിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. പിന്നെ നമുക്ക് ലാൻഡിംഗ് കോസ്റ്റിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ലോറി ഫ്ലൈറ്റ് നിങ്ങളെ കയ്യിൽ നിന്ന് ചിലവാകുന്ന എമൗണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ലാൻഡിംഗ് കോസ്റ്റിലേക്കാണ് ഇത് എഫക്റ്റ് ആവുക. ഇത് കഴിഞ്ഞ് നിങ്ങൾ പർച്ചേസ് ബില്ല് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ അകത്ത് നമ്മൾ റേറ്റ് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് മാസ്റ്റർ അതിന് വേണ്ടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച സാമ്പിൾ ഐറ്റം, ഇപ്പോൾ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന പ്രൈസും ഇത് നമ്മൾ എന്താ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്.